നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയോ എന്ന് കണ്ടെത്താനാണ് ശ്രമം. ഷൈൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്തിയേക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ഷൈനോട് കോലഞ്ചേരിയിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചില്ല. പിതാവുമായി ആലോചിച്ച ശേഷം പറയാം എന്നാണ് ഷൈൻ ടോം ചാക്കോ മറുപടി നൽകിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഷൈൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പോലീസ് വൈദ്യപരിശോധനയ്ക്ക് മുമ്പേ ഏതാണ്ട് ധാരണയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണോ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകാൻ പറയുന്നത്? ആ കേസിന്റെ മുന്നോട്ടുള്ള വഴി എങ്ങനെയാണ്? നിതിൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അടിവാരം. ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഹാഷ്മി. എന്തായാലും ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷൈൻ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഷൈൻ തന്നെ കുറ്റസമ്മതം നടത്തിയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഷൈനെതിരെ കേസെടുത്തത്. ലഹരിക്കായുള്ള ഗൂഢാലോചന, അതോടൊപ്പം തെളിവ് നശിപ്പിക്കൽ, ഈ വകുപ്പിൽ ചുമത്തിയായിരുന്നു കേസെടുത്തത്. എന്തായാലും ഷൈനിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ഇന്നലെ ശേഖരിച്ചിട്ടുണ്ട്. ഈ ശേഖരിച്ച വിവരങ്ങളൊക്കെ തന്നെ വിശദമായ ഒരു പരിശോധനയ്ക്ക് പോലീസ് ഒരുങ്ങുന്നു. അതിനുശേഷം വീണ്ടും ഷൈനെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഷൈൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പ്രത്യേകിച്ചും 2 ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആ ഇടപാടുകൾ നടന്ന അക്കൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ ആർക്കാണോ പണം കൈമാറിയത്, എത്ര തുക കൈമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങും. ഗൂഗിൾ പേ വഴിയുള്ള ഇടപാടും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ലഹരി ഇടപാടിനായി ഷൈൻ ടോം ചാക്കോ സാമ്പത്തിക ഇടപാട് നടത്തി എന്ന കണ്ടെത്തൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഷൈൻ്റെ മുടിയടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള സാമ്പിൾ പരിശോധനയുടെ ഫലം വരേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു ഫലം പോസിറ്റീവായാൽ സ്വാഭാവികമായിട്ടും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി മുന്നോട്ട് പോകാൻ തന്നെ പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം ഷൈൻ്റെ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവയും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഷൈൻ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായ പേരിലേക്ക് ഷൈൻ പോയിട്ടില്ലെങ്കിൽ പോലും സിനിമാ അസിസ്റ്റന്റാണ് ലഹരി നൽകുന്നത് എന്ന വിവരമാണ് ഷൈൻ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ സിനിമാ സെറ്റുകളിലെ ഈ ലഹരി വ്യാപനത്തെ സംബന്ധിച്ചും പോലീസ് കർശനമായിട്ടുള്ള ഒരു നടപടിക്ക് ഒരുങ്ങുകയാണ്. ഒരു പുതിയ എപ്പിസോഡ് തന്നെയാണ് ഷൈൻ്റെ അറസ്റ്റോട് തന്നെ വഴിയൊരുങ്ങുന്നത്. സ്വാഭാവികമായിട്ടും സിനിമാ സെറ്റുകളിലെ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്കും പോലീസ് ഉടൻ തന്നെ കടക്കും. എന്തായാലും ഷൈനിന് കൃത്യമായ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട സംഘവുമായി ബന്ധമുണ്ട് എന്ന ഒരു കണ്ടെത്തലിലൂടെ പോലീസ് പോകുമ്പോൾ അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം ഒരു വിശദമായ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് നാളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. സ്വാഭാവികമായിട്ടും അത്തരം വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയുന്നൊരു കാര്യം, ഷൈനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു. കോലഞ്ചേരിയുടെ ഡി അഡിക്ഷൻ സെന്ററിലേക്കാണ് പോകാൻ നിർദ്ദേശിച്ചത്. പക്ഷേ പിതാവിനോട് ആലോചിച്ച് മാത്രമേ ആ തീരുമാനം സ്വീകരിക്കൂ എന്നാണ് ഷൈൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ താൻ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി എന്നാണ് ഷൈൻ നൽകിയിരിക്കുന്ന മൊഴി. ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സിനിമാ സംഘടനകൾ ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. നാളെ ഫിലിം ചേംബറിന്റെയും അമ്മയുടെയും യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലാകും ഷൈൻ ടോം ചാക്കോക്കെതിരെ തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമാവുക. ഒരുപക്ഷെ ഫിലിം ചേംബർ കടുത്ത നിലപാടിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ വിലക്കടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഒരു വശത്ത് സിനിമാ സംഘടനകളുടെ നടപടി, അതോടൊപ്പം തന്നെ മറുവശത്ത് പോലീസിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ഷൈൻ ടോം ചാക്കോ വിധേയനാകാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ഗുരുതരമായ വകുപ്പിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ ചുമത്തി അന്വേഷണം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്കറിയാം, സംസ്ഥാനത്തെ ആദ്യ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടിരുന്നു. പക്ഷേ പിന്നീട് പോലീസിനെതിരെ വ്യാപകമായ പരാതികളാണ്, വിമർശനമാണ് ഉയർന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കേസിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി ശക്തമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഹാഷ്മി.